ഹായ് കൂട്ടുകാരെ, അപ്പോൾ ക്രിസ്മസൊക്കെ ഇന്നത്തോടെ കഴിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. ഒന്നും വിചാരിക്കരുത്, നമ്മുടെ കയ്യിൽ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ എടുത്തപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയാണ്. അതിമനോഹരമായിട്ട് തന്നെ അവർ ഈ പള്ളിനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യേശുവിൻ്റെ കുറച്ച് ഇങ്ങനെ ഇതുപോലുള്ള ഇതൊക്കെ കണ്ട് മോളൊക്കെ ഓരോ ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ച് നിന്ന് പോയിട്ടാ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ വേദനയാക്കുന്നതെന്നൊക്കെയാണ് മോളുടെ ചോദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ ഒരു കുറച്ച് നേരം ഞാനൊന്ന് വിഷമിച്ചു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാല്ലേ, ഇങ്ങനത്തെ കാണുമ്പോൾ അവർ എന്തിനാ അമ്മേ ഇങ്ങനെ അവൾ ചോദിക്കുകയാണ് എന്നോട്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഇവർ എന്തിനാ അങ്ങനെ വികൃതി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവർ നിഷ്കളങ്കമായതല്ലേ, അവർക്കറിയില്ലല്ലോ ഒന്നും, ഈ ലോകവും ഈ ലോകത്തിലുള്ള ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇപ്പം അത്രയും ഇതായ കുട്ടികളാണ്, പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെയാണ് കേട്ടോ പോയത്. മോളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോൾക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ കാണണമെന്നും പറഞ്ഞിട്ട് അപ്പൂപ്പനെ കാണാൻ പോയതാണ്. മോളുടെ സ്കൂളിൻ്റെ അടുത്താണ് ഈ പള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അല്ലേ, എത്ര ലേറ്റ് വെച്ച് എത്ര ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. കാരണം അത്ര ഭംഗിയായിട്ടാണ് അവർ ഓരോന്നും ഓരോ ഭാഗവും അലങ്കരിച്ച് നമ്മളെ നമ്മളൊരു ലോകത്തേക്ക് പോയ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും ഇതായിരുന്നു അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകൾ വരുന്നതും ഉണ്ടായിരുന്നു കേട്ടോ. പാവം നമ്മുടെ യേശുദേവനെ കാണുമ്പോഴാണ് സങ്കടം. ഇങ്ങനെ കാണുമ്പോൾ നമ്മളെപ്പോഴും വരുമൊന്നുമില്ലല്ലോ. പിന്നെ മോനൊക്കെ ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. മെഴുകുതിരി കത്തിക്കലും നമ്മൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിടാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഓരോ പ്രാർത്ഥനയൊക്കെ അവിടെ എഴുതിയിടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ യേശുവിൻ്റെ ആ പണ്ടത്തെ ഒരു ഇതൊക്കെയാണ്. അവിടെ അങ്ങനെ ഒരു സ്ഥലവും നല്ല ഭംഗിയായിട്ട് നല്ല ചെറിയ ഇതിൽ ചെയ്ത്, നല്ല പണ്ടത്തെ യേശുവിൻ താമസിച്ചതോ അല്ലെങ്കിൽ യേശു ജനിച്ചതോ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ എന്താ ഇങ്ങനൊരു മണൽ വെച്ചിട്ട് ഇവിടെ കളിക്കാമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.